ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്രോഷീറ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, അതും ടൂളില്ലാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനത്തെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് വേണ്ടത് ഈ ഒരു നൂലാണ്. നൂല് നമ്മൾ മേടിക്കണം. പിന്നെ ഇതിന് ടൂളൊന്നും വേണ്ട, നമുക്ക് രണ്ട് കൈ കൊണ്ട് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. പുറത്തുനിന്നൊക്കെ കുറച്ച് സൗണ്ടൊക്കെ വരുന്നുണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് നൂല് നമ്മളിങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുക്കാം. നമുക്ക് ഈസി ആയിട്ടൊരു കീച്ചെയിൻ മോഡലിലുള്ള ഒരു ബോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഈസിയാണ്, ബട്ട് കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ടാസ്ക് ഉണ്ട്, അത്രേ ഉള്ളൂ, വേറൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മൊത്തം നൂലൊന്നും നമുക്ക് വേണ്ട, ഒരു കുറച്ച് നൂല് മതി. ആകെ ആവശ്യമുള്ളത് ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബാഗൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കൈ കൊണ്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കിച്ചണിൽ തൂക്കിയിടാൻ പറ്റുന്ന ബോകൾ അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ഒരു നൂലും പിന്നെ കത്രികയും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് നിങ്ങൾക്ക് ക്രോഷി ചെയ്യാൻ അറിയാമായിരിക്കില്ലേ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു കുക്കിട്ട് വയ്ക്കാം. നമ്മൾ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ കുക്കിടില്ലേ, ഇതേപോലെ ടൈറ്റ് ആക്കാതെ നമ്മളിങ്ങനെ ഇത് പിടിച്ച് വലിച്ച് ഇങ്ങനെ ഊരി വരുന്ന പോലെ, ഇങ്ങനെ പിടിച്ചാക്കി ഇങ്ങനെ വരുന്ന പോലെ ഒരു കുക്കിട്ട് കൊടുക്കണം. ഇത് ലോങ് വീഡിയോ ആണ്, ഒരു 15 ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുക്കിട്ട് സാധാ പോലെ കയ്യിൽ കുക്കിടുന്ന പോലെ കുക്കിട്ടിട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പിടിക്കണം. ഇതേപോലെ എന്ന് വെച്ചാൽ ഈ ഒരു നൂല് നമ്മൾ ഈ ഒരു കയ്യിൽ അമർത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. അപ്പം ഇങ്ങനെ മൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ വലിച്ച് നോക്കണം. നമ്മൾ ഇത് ഇവിടെ എന്താ വരിക എന്ന് വെച്ചാൽ നമ്മൾ സൂചിയും കൊണ്ടിട്ട് അതാണ് ഇവിടെ വരിക. പക്ഷെ നമ്മൾ അതിന് പകരം കൈയാണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആണോ, ഇതേപോലെ ആക്കിയെടുക്കണം. ഈ ഒരു നൂലും പിന്നെ കത്രികയും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് നിങ്ങൾക്ക് ക്രോഷി ചെയ്യാൻ അറിയാമായിരിക്കില്ലേ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു കുക്കിട്ട് വയ്ക്കാം. നമ്മൾ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ കുക്കിടില്ലേ, ഇതേപോലെ ടൈറ്റ് ആക്കാതെ നമ്മളിങ്ങനെ ഇത് പിടിച്ച് വലിച്ച് ഇങ്ങനെ ഊരി വരുന്ന പോലെ, ഇങ്ങനെ പിടിച്ചാക്കി ഇങ്ങനെ വരുന്ന പോലെ ഒരു കുക്കിട്ട് കൊടുക്കണം. ഇത് ലോങ് വീഡിയോ ആണ്, ഒരു 15 ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുക്കിട്ട് സാധാ പോലെ കയ്യിൽ കുക്കിടുന്ന പോലെ കുക്കിട്ടിട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പിടിക്കണം. ഇതേപോലെ എന്ന് വെച്ചാൽ ഈ ഒരു നൂല് നമ്മൾ ഈ ഒരു കയ്യിൽ അമർത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. അപ്പം ഇങ്ങനെ മൂവ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ വലിച്ച് നോക്കണം. നമ്മൾ ഇത് ഇവിടെ എന്താ വരിക എന്ന് വെച്ചാൽ നമ്മൾ സൂചിയും കൊണ്ടിട്ട് അതാണ് ഇവിടെ വരിക. പക്ഷെ നമ്മൾ അതിന് പകരം കൈയാണ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആണോ, ഇതേപോലെ ആക്കിയെടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നൂല് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്, സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാവും. എന്നിട്ട് നമ്മൾ ഉള്ളിക്കെടുത്തത് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ പിടിച്ചിട്ടൊന്ന് വലിക്കുക. അപ്പോൾ അത് ടൈറ്റായി. ഇതാണ് 1 സ്റ്റെപ്പ്. എന്നിട്ട് ഈ ഒരു ഇതിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും ചെറുതാവും. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കാണുന്നുണ്ട് തോന്നുന്നു. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് കാണില്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും കൂടി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഉള്ളിൽ കൂടെ എടുത്തതിൽ പിടിച്ചാക്കിയിട്ട് ഈ ഒരു നൂല് അതിൻ്റെ നടുവിൽ കിടക്കുന്ന നൂലൊന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിക്കുക. എന്നിട്ട് ഇതിൽ പിടിച്ചിങ്ങനെ വലിച്ചേക്കണേ ഇവിടെ ടൈറ്റായിട്ട് ഇപ്പം 2 എണ്ണമായി നമ്മൾ ഇട്ട്. അതിൻ്റെ മൂന്നാമത്തെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് ഈ നടുവിൽ കൂടെ പോകുന്ന നൂല് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കാം. എന്നിട്ട് പിന്നെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കാം. അപ്പം ഇങ്ങനെയായി. പിന്നെയും ഇത് സെയിം സ്റ്റെപ്പുകൾ
കുറേ നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ 4 അപ്പം 4 ഞാൻ 5-ാമത്തെയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്നുവെച്ചാൽ ഈ ഒരു സ്റ്റിപ്പില്ലേ, ഈ ഒരു ഓട്ടയില്ലേ, ആ ഓട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഇത് ഒന്ന് ഉള്ളിലേക്കാക്കുമ്പോൾ ആ നൂല് നമ്മുടെ ഈ കൈക്ക് ഇടണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ ഈ നടുവിൽ പോകണം, ഇതിൻ്റെയും നടുവിൽ പോകുന്ന ഈ നൂലിൽ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റായി. ഇനി ഇത് നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തെ ഓപ്പോസിറ്റ് നൂല് പിടിച്ച് വലിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര നീളം വേണോ അത്രയും നീളം നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഈ 2 ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, ഉള്ളിൽ കൂടെ എന്നുവെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, പുറത്തെടുക്കുക, ഈ കൈൻ്റെ ഉള്ളിലിടുക, എന്നിട്ട് വലിക്കുക, എന്നിട്ട് ഈ ഒരു ഓപ്പോസിറ്റ് ലൈൻ വലിക്കുക. ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഇതൊരു 50 നമ്മൾ ചെയ്തെടുക്കണം. ക്ലിയർ ആയിട്ട് ഇവിടെ മടയുന്ന പോലെ വരും കേട്ടോ, മടയുന്ന പോലെ വരും കണ്ടോ. ഇതിൽ 5 ഉണ്ട്. 1 2 3 4 5 ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ടൈറ്റാക്കും കണ്ടോ. ഇതാണ് സംഭവം. ഇനി ഇതേപോലെ ഒരു 50 നമ്മൾക്ക് ഇവിടേക്ക് വരെ ആവുമ്പോൾ ചെയ്തെടുക്കണം. ഇത് നമുക്ക് എത്ര നൂല് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് ആക്കാനുള്ള എല്ലാ നൂലും ഇതിലുണ്ട്. ഒരു ചെറിയ ഹാൻഡ് ബാഗ് കേട്ടോ. അങ്ങനെ ഇത് നമുക്കൊരു 50 ആക്കാൻ എടുക്കാം. ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് തന്നെ വന്നോളൂ നമ്മുടെ കയ്യിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് പോലെ ആക്കിയിട്ട്. അവിടെ നിന്ന് താഴേന്ന് വന്ന് ഗിവ് അവേ വേണോ, ഫേസ് റിവ്യൂ വേണോ, അതോ ക്രാഫ്റ്റ്സ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ അതിൽ കമൻറ്റ് വന്നത് ക്രാഫ്റ്റ്സ് എന്നല്ല ഫേസ് റിവ്യൂ എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ ഫേസ് റിവ്യൂ ഇടുന്നതായിരിക്കും. ആരാ കമൻ്റ് ഇട്ട ആളെന്ന് വെച്ചാൽ ഈ ആളാണ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല ഹാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്ലൈ ആയിട്ട്. ആ ആൾ നമ്മുടെ വീഡിയോയിൽ കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. മിക്ക വീഡിയോയിലും കമൻറ്റുകൾ ഇടുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അയാളുടെ യൂട്യൂബ് ചാനൽ ഞാൻ കാണിച്ചു തരാം. യൂട്യൂബ് ചാനലുണ്ട്. ഇതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, വേറൊന്നും പറയാനില്ല. പിന്നെ ഈ മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യാം. മിക്ക ആൾക്കാർക്കും യൂട്യൂബ് ചാനലുള്ള ആൾക്കാരായിരിക്കും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്തൊക്കെ കമൻറ്റ് ഇട്ടാലും അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ചില ദിവസങ്ങൾ എനിക്ക് ഇടാനേ പറ്റാറില്ല, നെറ്റിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം കുറേ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ ടൈം പോയി അതെല്ലാം കുറേ ആക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറേ ആക്കണം, 50 ആക്കണം. അപ്പോൾ നമ്മളിതിലൊരു മീഡിയം സൈസ് ആക്കിയിട്ടുണ്ട്. എത്ര എന്ന് വെച്ചാൽ ഇതിൽ 21 ആക്കിയിട്ടുണ്ട്. 23 24 25 26 27. നമുക്ക് വലിയ ബോയാണ് വേണ്ടെങ്കിൽ ഒരു 50 ആക്കണം. 28 29 30. നിങ്ങൾക്ക് ചെറിയ ബോ മതിയാണെങ്കിൽ 30 ആക്കിയാൽ മതി കേട്ടോ. എനിക്ക് കുറച്ച് വലിയ ബോ വേണം, നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടെ അല്ലേ വന്നിട്ടാണ്. എന്നിട്ട് നമ്മളിപ്പോൾ കയറ്റി പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിത് ടൈറ്റിൽ അമർത്തി പിടിച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ വലിച്ചിട്ട് ആക്കാനായിട്ട്. 31 പിന്നെ 32 33 34 35. അങ്ങനെ നമ്മൾ ഒരു 50 ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ 50 ആക്കിയിട്ടുണ്ട്. 50 കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ടൈറ്റ് ആക്കാമെന്ന്.
51 ചെയ്യാം. 1 എക്സ്ട്രാ ചെയ്തിട്ട് നമ്മളിങ്ങനെ ടൈറ്റാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കത്രിക വെച്ചിട്ട് കുറച്ച് ലെങ്ത്ത് വിട്ടിട്ട് ഒന്ന് മുറിക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ ഇതിൽ ജോയിൻ്റ് ആയിരുന്ന നൂല് നമ്മൾ വലിച്ചെടുത്തേനെ ഇങ്ങനെ. എന്നിട്ട് ഇത് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെട്ടായി കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? 50 ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബോ കെട്ടാൻ അറിയില്ലേ? അങ്ങനെ ഒന്ന് ബോ കെട്ടുക. പക്ഷേ ഇത്തിരി ടൈറ്റിൽ വേണം ബോ കെട്ടാൻ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ബോ കെട്ടുമ്പോൾ കുറച്ച് അലങ്കോലമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബോ കെട്ടുന്ന പോലെ ഒരു മിനിറ്റ് ഇങ്ങനെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പണിയാവേ. അതുകൊണ്ടാണ് നമ്മളൊരു ബോ കെട്ടുന്ന പോലെ നമ്മൾ ഇതിങ്ങനെ പിടിക്കില്ലേ എന്നുവെച്ചാൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ബോ കെട്ടാൻ അറിയാനും ബോ കെട്ടുന്ന പോലെ കെട്ടുക. അറിയാത്തവർക്കാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ വെച്ചിട്ട് ഈ തുമ്പ് വെച്ചിട്ടൊന്ന് കെട്ടിയിട്ടാൽ മതി. ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തുമ്പത്താക്കിയിട്ട് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ കൈ 2 കല്ലുണ്ട്. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ടൈറ്റായിട്ട് വരും. ഒരു മിനിറ്റ് ഇത്ര നല്ല ശ്രദ്ധയാക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പണിയാവും. നിങ്ങൾക്ക് ബോ കെട്ടാൻ അറിയില്ലെങ്കിൽ അമ്മമാരുടെ അടുത്തൊക്കെ കൊടുത്തേനെ ഒരു ബോ ആക്കിയിട്ട് കെട്ടിത്തരും കേട്ടോ. ബോ ആക്കിയതും എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ബോ പോലെ ആക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നല്ല സമാധാനത്തിൽ ചെയ്താൽ മതി. 50 സ്റ്റിച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ ഞാൻ ഇട്ടിട്ടില്ല. കറക്റ്റ് 50, 51 ആക്കിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇതാണ്. എന്നിട്ട് ഇതൊന്ന് നേരെ തിരിച്ചു കൊടുക്കും. ഒരു ബോയായി വന്നത് കണ്ടോ? നമുക്കൊന്ന് വലിയ ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു വരാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ 2 ഒരുമിച്ചാണോ നോക്കാം, സെയിം അളവാണോ നോക്കാം. കാണാം, ഇതേപോലെ ബോ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇങ്ങനെ ബോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് കയറിയെടുക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് അറ്റത്ത് വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിത് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഹാങ് ചെയ്തിട്ട് ഇടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹാങ് ചെയ്തിട്ട് ഇടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കണം. അപ്പോൾ നമ്മളിതൊന്ന് വലിച്ച് ടൈറ്റാക്കുകയാണ്. ഇങ്ങനെ മുറിച്ചിട്ട് ടൈറ്റാക്കുന്ന കുറച്ചുകൂടി നല്ലത് കേട്ടോ. എനിക്കങ്ങനെ നല്ലതായി തോന്നിയത്. നമുക്കൊരു ബോ സെറ്റായിട്ടുണ്ട്. ഇന്നിത് കീ ചെയിൻ പൊട്ടിപ്പോയ വല്ല കീ ചെയിൻ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതാണ് നമ്മൾ ബോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് ഇനി ഇവിടെ ഒരു കീ ചെയിൻ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ബോ വന്നു. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഒന്ന് നേരെയാക്കാം. എൻ്റെ ഓപ്പോസിറ്റ് ഏരിയയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടെ ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ നമ്മൾ ഈ ബോല് വെച്ച് ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കീ ചെയിനാണ്. അത് കുറച്ച് ടാസ്ക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ കണ്ടോ, ആ ഓപ്പണ് നമ്മുടെ ഇതിൻ്റെ കീ ചെയിൻ്റെ ഭംഗിയുള്ള ഭാഗം നോക്കാം. എന്നിട്ട് കെട്ടിട്ട ഭാഗം ബാക്കിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടിക്കാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു നടുവില്ലേ അതിൽ വെച്ചിട്ട് ടിക്കാക്കി കൊടുക്കണം. മിക്ക കീ ചെയിൻ ഉണ്ടാക്കണേലും ഇതന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ഹാങ് ചെയ്യാം. എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്, ബട്ട് അത് ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. കീ ചെയിൻ കൊള്ളാമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതേപോലത്തെ ഇനി കുറേ ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം.
എൻ്റെ ടൂളുണ്ട്, ബട്ട് എല്ലാത്തിനും ടൂള് വേണമെന്ന് ചിലതിൽ കാണാണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് ബോറടിക്കും, ചിലപ്പോൾ കടയിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊക്കെ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് കീ ചെയിനാണ്. ഈ കീ ചെയിനിൻ്റെ ഈ സംഭവം നമുക്ക് 10 രൂപ ഒരു 5-3 മേടിക്കാൻ പറ്റുന്നതാണ്. അത് മേടിച്ച് വയ്ക്കുക. അങ്ങനെ ഓരോരോ കീ ചെയിൻ ഉണ്ടാക്കുക. ഓരോ ദിവസം ഓരോരോ കീ ചെയിനായിട്ട് കൊണ്ടുപോകും. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.